ഹായ്, വെൽക്കം ബാക്ക് ടു എൻ്റെ കിച്ചൺ. ചോറിനൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു ഉഗ്രൻ ഗ്രേവി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും എല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തതിൽ നിന്നും പാതി ചെറിയുള്ളി ബ്ലെൻഡറിൻ്റെ ജാറിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ചെറിയുള്ളി അരഞ്ഞു പോകരുത്. ഇതിവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു പാന് ചൂടാക്കിയിട്ട് അതിലോട്ട് 4 ടേബിൾ സ്പൂൺ കടലെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടായതിനു ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചുകൊണ്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അല്പം മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലയുടെ പച്ചമണമെല്ലാം മാറി തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഈ മിക്സ് ഒന്ന് തണിയാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഇതിവിടെ ഇരുന്ന് തണുത്തോട്ടെ. അതുമ്പോഴത്തേക്കും നമുക്ക് വഴുതനങ്ങ ഒന്ന് മുറിച്ചെടുക്കാനുണ്ട്. കഴുകി വൃത്തിയാക്കി വെച്ച വഴുതനങ്ങയാണ്. വഴുതനങ്ങ മുഴുവനായിട്ടും മുറിച്ചെടുക്കാതെ ഇതുപോലൊന്ന് കട്ട് ചെയ്ത് വെക്കുക. ഏകദേശം 8 ചെറിയ പീസുകളാവുന്ന പോലെ കട്ട് ചെയ്യുന്നുണ്ട്. ഒരു പൂ പോലെ നമുക്ക് കിട്ടും. പിന്നെ ഇതിലോട്ട് നിങ്ങൾ ചെറിയ വഴുതനങ്ങയാണ് എടുക്കേണ്ടത്. ഇത് അല്പം വലുതാണ്. മൂത്തിട്ടില്ലെങ്കിലും ഈ വഴുതനങ്ങയ്ക്ക് അല്പം വലിപ്പം കൂടുതലാണ്. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ചെറിയ വഴുതനങ്ങ തന്നെ ഉപയോഗിക്കാനായിട്ട് നോക്കുക. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാലയാണ്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വഴുതനങ്ങയ്ക്കകത്ത് ഇതുപോലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. വഴുതനങ്ങയുടെ നടുക്ക് അല്പം മസാല വെച്ച് കൊടുത്തിട്ട് കൈ കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ ഭാഗത്തും ആകും. ആവശ്യത്തിന് മസാല വെച്ച് കൊടുത്താൽ മതി, ഒരുപാട് വെക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ബാക്കിയുള്ള വഴുതനങ്ങയിലൊക്കെ ഞാൻ ഇതുപോലെ മസാല അല്പം ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട്. എന്തായാലും ഈ മസാല ബാക്കി വരും, അതിരുന്നോട്ടെ, പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. മസാല പുരട്ടി വെച്ചിട്ട് വഴുതനങ്ങ 1/2 മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. എനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയാലാണ് വഴുതനങ്ങയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് കിട്ടുള്ളൂ. ചൂടായ കടലെണ്ണയിലോട്ട് നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് വഴുതനങ്ങ ഒന്ന് പൊരിച്ചെടുക്കണം. വഴുതനങ്ങ ഹാഫ് കുക്ക് ആവാനേ പാടുള്ളൂ. പുറം ഭാഗം ചെറുതായിട്ടൊന്ന് കളറ് മാറിയിട്ട് മസാല ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഞാനിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. വഴുതനങ്ങ പൊരിച്ചെടുക്കുമ്പോൾ നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള മസാല ഇതുപോലെ പുറത്ത് വരും. അതുകൊണ്ടാണ് ആവശ്യത്തിന് മാത്രം മസാല വെച്ച് കൊടുത്താൽ മതി എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞത്. ഓരോ തവണ വഴുതനങ്ങ പൊരിച്ചതിന് ശേഷവും മസാല ഒരു സ്ട്രെയിനർ കൊണ്ട് കോരി ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കാം കേട്ടോ. നമുക്കത് ആവശ്യമുണ്ട്. അങ്ങനെ വഴുതനങ്ങ മുഴുവൻ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഫ്രൈ പാന് ചൂടാക്കിയിട്ട് വഴുതനങ്ങ പൊരിച്ച എണ്ണ ഒരു സ്ട്രെയിനറിലൂടെ അരിച്ച് ഫ്രൈ പാനിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചൂടായ എണ്ണയിലോട്ട് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിമൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഉണ്ടാക്കുമ്പോൾ 100 ഗ്രാം ചെറിയുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ബാക്കിയുള്ള 100 ഗ്രാം ചെറിയുള്ളി ചതച്ചത് ഇതാ ഇപ്പോഴാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. സവോള നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് ചെറിയുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ പൊടികൾ ചേർത്ത് കൊടുത്താൽ മതി. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എണ്ണ തെളിഞ്ഞ് വന്നതിന് ശേഷം 1 തക്കാളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്.
പിന്നെ ഇതിലോട്ട് നല്ല പഴുത്ത തക്കാളി വേണം ഉപയോഗിക്കാനായിട്ട്. പിന്നെ ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞ് എണ്ണ തെളിയുന്നത് വരെ വഴറ്റിയെടുക്കണം. ഒരു നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളൻപുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് കുതിരാനായിട്ട് വെക്കുന്നുണ്ട്. തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് എണ്ണ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുത്തിട്ട് വഴുതനങ്ങ പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വഴുതനങ്ങ പൊരിച്ചെടുക്കുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുള്ള മസാലപ്പൊടി ഉണ്ടല്ലോ, അത് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ മസാല വഴറ്റിയ പാനിലോട്ട് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പാൻ ഒന്ന് കഴുകി ആ വെള്ളം എടുത്തു വെച്ചതായിരുന്നു ഈ സമയത്ത് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് വഴുതനങ്ങ പൊട്ടിപ്പോകാത്ത രീതിയിൽ ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് വഴുതനങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം നമ്മൾ വഴുതനങ്ങ ഹാഫ് കുക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കി ഈ മസാലയിൽ കിടന്ന് വേണം വഴുതനങ്ങ വെന്ത് വരാനായിട്ട്. ഇടയ്ക്കൊന്ന് തുറന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് വഴുതനങ്ങ കറക്റ്റായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഗ്രേവിക്ക് ഒരു പ്രത്യേക രുചി കിട്ടാൻ വേണ്ടിയിട്ട് 1 കപ്പ് കഞ്ഞിവെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തിക്കായിട്ടുള്ള കഞ്ഞിവെള്ളം അല്ല കേട്ടോ, ലൂസായിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കഞ്ഞിവെള്ളം ഇല്ലെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് അടച്ചു വെച്ച് പുളിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മുടെ ഗ്രേവി തിളച്ച് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് പാകമായി വന്നിട്ടുണ്ട്. തീ ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വഴുതനങ്ങ കൊണ്ടുണ്ടാക്കിയ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. ഇതൊരു തമിഴ്നാടൻ ഡിഷാണ് കേട്ടോ. തമിഴ്നാട്ടിൽ ഇതിനെ എണ്ണക്കത്തിരിക്ക എന്നാണ് പറയുന്നത്. കത്തിരിക്ക എന്ന് പറഞ്ഞാൽ വഴുതനങ്ങ. നല്ല ചൂട് ചോറിനൊപ്പം ചൂടുള്ള ഈ എണ്ണക്കത്തിരിക്കയും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. പേര് പോലെ തന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് കുറച്ചധികം എണ്ണ ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടലെണ്ണയോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ കൊണ്ട് മാത്രം ഉണ്ടാക്കാനായിട്ട് നോക്കുക. സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. പക്ഷേ രുചിയുടെ കാര്യവും ആരോഗ്യത്തിൻ്റെ കാര്യവും നോക്കുമ്പോൾ കടലെണ്ണയോ നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ചധികം എണ്ണ ഉപയോഗിച്ച് മസാലയൊക്കെ നന്നായിട്ട് വഴറ്റി ഇതുപോലെ ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഗ്രേവി ചീത്തയായി പോകാതെ ഇരിക്കും. പലരും പല രീതിയിലാണ് കേട്ടോ എണ്ണക്കത്തിരിക്ക ഉണ്ടാക്കാറുള്ളത്. ചെറിയ ചില മാറ്റങ്ങൾ വരുത്തി ഞാൻ എൻ്റേതായ രീതിയിൽ ഇതുപോലെയാണ് ഉണ്ടാക്കാറുള്ളത്. ഇവിടെ ഹസ്ബൻഡിനും മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടൊരു ഡിഷാണിത്. ഞാൻ ഒരുപാട് പേർക്ക് ഈ ഡിഷ് സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കഴിച്ച എല്ലാവരും എന്നോട് അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞത് മാത്രമല്ല, ഈ എണ്ണക്കത്തിരിക്കയുടെ റെസിപ്പി വാങ്ങിച്ചിട്ട് പോയിട്ടുമുണ്ട്. ഇന്നിവിടെ ചോറും എണ്ണക്കത്തിരിക്കയും ഒരു പരിപ്പ് വടയാണുള്ളത്. സൈഡ് ഡിഷിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ചോറും എണ്ണക്കത്തിരിക്കയും മാത്രം മതി. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. നല്ല ചൂട് ചോറും എണ്ണക്കത്തിരിക്കയും കൂടെ കഴിക്കാനായിട്ട്. എണ്ണക്കത്തിരിക്ക കഴിക്കാത്തവരാണെങ്കിൽ ഒരു തവണ ഇതുപോലൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ റിലേറ്റീവ്സുമായും ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക് യു.